ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്ന കുട്ടികൾ, അയ്യോ ഇത് ചെയ്യല്ലേ, അത് വേണ്ട, ഇത് ആ കുട്ടിക്ക് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിക്ക് ധൈര്യം നഷ്ടപ്പെടുകയാണ്. കമ്മ്യൂണിക്കേഷൻ കൂടിയത് ഈ കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ടോ? ഈ സെൽഫ് ഡൗട്ട് നമ്മുടെ സ്വഭാവത്തിലൊരു ഭാഗമായി. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസക്കുറവ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നാട്ടുകാർ എന്ത് കരുതും. അതെ അതെ, നമ്മുടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കർ ഇതാണോ? നാട്ടുകാർ എന്ത് പറയും? ഞാൻ ട്രോളുകൾ കണ്ട് ഒരുപാട് ചിരിച്ചു. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യം എൻ്റെ അനുഭവ സത്യമാണ്. ഈ സൈലന്റ് ആയിരിക്കുന്നത് ഗുണം ചെയ്യുമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ. തിരിച്ചറിവ്, സ്വയം തിരിച്ചറിയുക, ദാറ്റ് ഇസ് സെൽഫ് റിയലൈസേഷൻ. അതില്ലാതെ ഒരാൾക്കും ലൈഫിൽ ജെന്യുവൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ വെറുതെ വന്ന് ബെല്ലും ബ്രേക്ക് ഇല്ലാത്ത പോലെ ഞാൻ കാര്യങ്ങൾ പറയുന്നതിന് പകരം സ്ലോ ആയിട്ട് കുറച്ചും കൂടെ അളന്ന് കാര്യങ്ങൾ പറയാൻ ഞാനും പഠിച്ചു. വളരെ സന്തോഷം കണ്ടത്. നമ്മളെപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് കോൺഫിഡൻസ് ലെവൽ, ഒരാൾ ക്യാരി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഈ മലയാളികൾക്ക് പൊതുവെ കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പരിധിവരെ അത് മറ്റുള്ളവർ ഉപദേശിക്കുമ്പോഴാണ്. സ്വന്തം കാര്യം വരുമ്പോൾ ഇവരൊരു സൈലൻറ്റ് മോഡിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ അഭിപ്രായത്തിൽ മലയാളികൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ചിലപ്പോൾ കുറച്ച് ഓവർ കോൺഫിഡൻസും ഉണ്ട്. ജനറലി കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോയാൽ എല്ലാവരും പറയണത് മലയാളി കൊലയാളി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്, നിങ്ങളെല്ലാവരും സൂപ്പർ ക്ലെവറാണ്, കണ്ണിങ് ആണ് എന്നാണ് മലയാളികളെ പറ്റി ജനറലി കേരളത്തിന് പുറത്തുള്ളവർക്ക് അഭിപ്രായം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടേ ഇല്ല മലയാളിക്ക് കോൺഫിഡൻസിൽ ഒരു കുറവും ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ കോൺഫിഡൻസ് കുറവുണ്ടാവും. പക്ഷേ സ്വയം ധാരണയിൽ എനിക്ക് തോന്നുന്നു മലയാളിയുടെ വിചാരം മലയാളിയാണ് ബെസ്റ്റ് ഇൻ എവറിത്തിങ്. ഐ എം ദ ബെസ്റ്റ് എന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടെയാണല്ലോ എല്ലാവരെയും ഉപദേശിക്കുന്നതും. ഇപ്പോൾ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് പോലും നമുക്കെന്തോ അറിവുണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ. അപ്പോൾ ഈ സംഭവത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മലയാളികൾക്ക് കോൺഫിഡൻസിൽ യാതൊരു കുറവുമില്ല എന്നാണ്. ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാനൊരു 20 വർഷമായിട്ട് ടെലിവിഷൻ ക്യാമറ ഫേസ് ചെയ്യുന്ന ആളാണ്, ടി വിയിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ മിക്കവാറും പതറിപ്പോവും. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു ഇത് വരുന്നത്? അതെനിക്ക് തോന്നുന്നത് നമ്മുടെ കൾച്ചറലി നമ്മളോട് ഒരു ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഒരു എളിമയൊക്കെ വേണം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമുക്കിപ്പോൾ അറിയില്ല. എളിമ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അഹങ്കാരമായിട്ട് ആൾക്കാർ കൂട്ടുമോ? എളിമ കാണിച്ചാൽ എല്ലാവരും കൂടെ നമ്മുടെ തലയിൽ കയറൂ. ഈ ഒരു ഡൈനാമിക് സത്യം പറഞ്ഞാൽ മലയാളിയുടെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജനറലി ഇന്ത്യൻസിനുള്ള ഒരു ഇതാണ് ദാറ്റ് എപ്പോഴും ഈ അതിഥി ദേവോ ഭവ, മറ്റുള്ളവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിൽ എവിടെയോ ഇൻഗ്രെയിൻഡ് ആണ്. പക്ഷെ അത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് മോഡേൺ സെറ്റിങ്ങിൽ. അതേ സമയത്ത് നമ്മളിപ്പോൾ അമേരിക്കൻസിനെ എടുത്ത് നോക്കിയാൽ എല്ലാവരും ബേസിക്കലി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അവരുടെ കപ്പാസിറ്റി. നമ്മൾ ജസ്റ്റ് ഏതൊരു ലേമാൻ, ഞാൻ പറയുന്നത് വലിയൊരു സ്കോളർലി പേഴ്സണോ ഒരു സ്പീക്കറോ ഒറേറ്ററോ അല്ലാതെ അവരുടെ ആരെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ സംസാരിക്കുന്ന മൈക്ക് കയ്യിൽ കിട്ടിയാലും ഇല്ലെങ്കിലും അവർ സംസാരിക്കുന്നതിലൊരു ആധികാരികത ഉണ്ടാവും. അത് നമ്മളൊരു പക്ഷേ എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും സംസാരിക്കും. സബ്ജക്ട് നോളജ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ പറയുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. പറയുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും കോൺമാൻ ടെക്നിക്കാണ്. ആൾക്കാരെ പറ്റിക്കുന്നവർക്കാണ് അത്രയും കോൺഫിഡൻസ് ഉള്ളത്. അപ്പോൾ അതവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരിക്കാം. നമ്മുടെ ഇവിടെ അങ്ങനെ സംസാരിച്ച ഒരു പക്ഷേ ഒരുമാതിരി ഇത്രയും ജാടയൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ആ കൾച്ചറൽ സാധനമാണത്. അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വിക്റ്റിമായി മാറിയാൽ ഉള്ള കുഴപ്പം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, അത് മറികടക്കാൻ നടത്തുന്ന ഒരു പ്രകടനമായിരിക്കുമോ? ഇപ്പോൾ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നതാണല്ലോ കോൺഫിഡൻസിൻ്റെ ഓപ്പോസിറ്റ്. അതെ. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത് എവിടെ നിന്നാണ്? നമുക്ക് നമ്മളിലുള്ളൊരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഇപ്പം ഞാനിത് പറയാൻ ഞാനാരാ എന്ന് തോന്നിയാൽ, ഇമ്പോസ്റ്റർ സിൻഡ്രോം, ഇതൊക്കെ തോന്നിയാൽ, അത് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ അധികം ആൾക്കാർ മതിപ്പ് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ തോന്നുന്ന ഒരാൾക്ക്, ഞാൻ പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ല, ഞാൻ പറഞ്ഞ ഒരാൾക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ 2 ഫുൾ ഗ്ലാസസ് ഓഫ് വാട്ടർ, അതിൻ്റെ മുകളിൽ ഇതിലൊരു പിങ് പോങ് ബോൾ അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കല്ലേ ഉള്ളൂ.
അപ്പോൾ വെള്ളവും അവിടെയുണ്ട്, ബോളും. ഇപ്പുറത്തെ ഗ്ലാസ്സിൽ നമ്മളൊരു ഗോൾഫ് ബോൾ വെള്ളത്തിലേക്ക് ഇട്ടു, അത് താന്നും പോയി, വെള്ളവും പുറത്തോട്ട് പോയി. അതെ അതെ അതെ. അപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള വെള്ളമാണ് നമ്മുടെ കോൺഫിഡൻസ് എങ്കിൽ സെൽഫ് ഡൗട്ട് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ ഓക്കെ, സെൽഫ് ഡൗട്ട് എല്ലാവർക്കും നല്ലതാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ പല ആൾക്കാരെ കാണാറുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കി എല്ലാം തെറ്റാണെന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുന്നവർ ഓവർ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ സെൽഫ് ഡൗട്ട് ഇപ്പോൾ ഒരു പിങ് പോങ് ബോൾ പോലെയുള്ള സാധനമാണെങ്കിൽ ഓക്കെയാണ്, എന്നാൽ ഉണ്ട്. പക്ഷെ നമ്മുടെ കോൺഫിഡൻസ് എന്ന വെള്ളത്തിനെ കളയുന്നില്ല. ഗോൾഫ് ബോൾ പോലെ കനമുള്ള സെൽഫ് ഡൗട്ട് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാവരും നമ്മളെ പറഞ്ഞ് താത്തി ട്രോൾ ചെയ്ത് കൊന്ന് കൊലവിളിച്ച് എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഈ ബോൾ ഒരു ഗോൾഫ് ബോൾ പോലെ ആ വെള്ളത്തിലോട്ട് താഴ്ന്ന ലെവലിലുള്ള സെൽഫ് ഡൗട്ട് ആണെങ്കിൽ ഇതങ്ങോട്ട് പോയിട്ട് വെള്ളമൊക്കെ പുറത്തോട്ട് പോയി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സെൽഫ് ഡൗട്ട് നമ്മുടെ സ്വഭാവത്തിലൊരു ഭാഗമായി. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസക്കുറവ്, ശരിയാ, ഈ സെൽഫ് ഡൗട്ടിനെ നമ്മൾ പുറത്തെടുത്തു എന്ന് വിചാരിക്കുക. ഒരാൾ നമ്മളെ പഠിപ്പിച്ചു, നമ്മൾ പോയി അസർട്ടീവ്നെസ് ട്രെയിനിങ് നമ്മൾ പോയിട്ട് ഭയങ്കര മറ്റേ അഫർമേറ്റീവ് സെൻറ്റൻസസ്, ജേർണലിങ്, മറ്റേത് മറിച്ചത്, ഐ ആം ഇനഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോൺഫിഡൻ്റ് ആക്കി എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഈക്വലൻ ടു ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ബോളിനെ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ഈ ഗ്ലാസ്സിൽ വെള്ളം പുറത്തേക്ക് പോയാൽ വെള്ളമില്ലേ, അത് തിരിച്ചു വരുമോ? ഇല്ല ഇല്ല. അപ്പോഴും നമ്മുടെ ഗ്ലാസ്സിലെ വെള്ളം ഫുള്ളായിരിക്കില്ല. അപ്പോൾ ഈ വെള്ളത്തിന് ഇനി ഫുള്ളാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ആ സെൽഫ് ഡൗട്ടിൻ്റെ പ്രശ്നം. എന്ന് വെച്ചാൽ വളരെ ചെറുപ്പം മുതൽ നമ്മുടെ സെൽഫ് ഡൗട്ട് ഒരു ലൈറ്റ് സാധനമായിട്ട് എപ്പോഴും നമുക്ക് വേണം, ഓവർ കോൺഫിഡൻസിലോട്ട് പോകാതിരിക്കാൻ. പക്ഷെ നമ്മളെ തന്നെ നമ്മളെ വിശ്വാസമില്ലാത്ത ലെവലിലുള്ള സെൽഫ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത കുട്ടിക്കാലം മുതൽ വെയിറ്റായി മാറിയ ഒരു സെൽഫ് ഡൗട്ടാണ്. ബാക്കിയുള്ളവർക്ക് നമ്മളെ ഡൗട്ടാണ്. പലപ്പോഴും ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ അവർക്കുള്ള ഏറ്റവും കെയർ കൊടുത്തിട്ടായിരിക്കും അവർ, അയ്യോ ഇത് ചെയ്യല്ലേ, അത് വേണ്ട, ഇത് ആ കുട്ടിക്ക് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടിക്ക് ധൈര്യം നഷ്ടപ്പെടുകയാണ്. 90s അത് കുറഞ്ഞു. 2000s ശേഷമുള്ളവരെ ആരും പുറത്തേക്കേ വിട്ടിട്ടില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ നീ കൂടെ നടക്കുക, നിനക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു തരാം, ആ സ്വഭാവമായി മാറി. അപ്പോൾ ഒരുപക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ കൂടിയത് ഈ കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ അല്ല, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഞാൻ പറയട്ടെ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് കൂടിയതുകൊണ്ട് നഷ്ടപ്പെട്ടത് കമ്മ്യൂണിക്കേഷനാണ്. അതെ. ഈവൻ ഞാൻ സിനിമ ലൊക്കേഷനിലെ കഥ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പണ്ട് ഈ കാരവാൻ സിസ്റ്റമോ ഒന്നും ഇല്ല. ഒരു ഫാൻ ഉണ്ടാവും, അതിൻ്റെ അടിയിൽ എല്ലാ ചെയറും വരും, എല്ലാ ആക്ടേഴ്സും ഒരുമിച്ചിരിക്കും എല്ലാവരും. എന്നിട്ട് എല്ലാവരും പല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ബോണ്ട് ഉണ്ട്, ഒരു ഫാമിലി ലൈക്ക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവും. ഫോൺസ് വന്നു, കാരവാൻസ് വന്നു, ഇപ്പം ആരും തമ്മിൽ കാണേയില്ല. ഷോട്ടിൻ്റെ സമയത്ത് റെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ആ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ആ കുറച്ച് നേരം, അത് കഴിഞ്ഞാൽ തിരിച്ചെല്ലാവരും അവരവരുടെ കാരവാനിലും പോയി, എല്ലാവരും അവരവരുടെ ഫോണിലേക്ക് പോയി. ഈ ഫോൺസ് ലിറ്ററലി ഇപ്പോൾ ഒരു റൂം പോലെയാണ്, നമ്മുടെ മൈൻഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മൾ ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ആൾക്കാർ അവരുടെ ഫോണിൻ്റെ കൂടെയാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. അതൊരു ഗ്ലോബൽ ബ്രേക്ക് ഡൗൺ ആണ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കാരണം ഉണ്ടാവുന്ന നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഡിഫറൻസ് ഹ്യൂമൻ ബീങ്സിൽ ഇറ്റ്സ് ഹ്യൂജ്. ഒന്ന് ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ബ്ലൂടൂത്ത്, വൈഫൈ, അതൊക്കെ കൂടാതെ കണ്ടിന്യൂസ്ലി കോണ്ടന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടായിട്ടില്ല. അതെ, കൺസ്യൂം എന്നുള്ളതാണ് വാക്ക്. നമ്മൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, നമ്മുടെ കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്ക് കൂടെ ഒക്കെ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്കാണ്. നമ്മൾ ലിറ്ററലി ആ ഫോണിന്റെ അടിമയായി മാറിയിട്ടുണ്ട്. ശരി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു മറുപടി ഞാൻ ചോദിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഷോ ഓഫ് എന്നുള്ള രീതിയിൽ ചിലർ പറയും, ഓ ഇയാൾ ഭയങ്കര ഷോ ഓഫ് ആണല്ലോ. ഇത് നമ്മളിത് ഇങ്ങനെ അനലൈസ് ചെയ്യും, ഇതൊരു ഷോ ഓഫ് ആണോ, ഇതൊരു കോൺഫിഡൻസ് ലെവലാണോ? അത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണോ? എനിക്ക് തോന്നുന്നു ഈ ഞണ്ടുകളുടെ നാട് എന്ന് പറഞ്ഞ സിറ്റുവേഷനാണത്. പിടിച്ചു വലിച്ചു ഞണ്ടുകൾ ഒരു ബക്കറ്റിലിട്ട ഒരു ഞണ്ട് കയറി പോകാൻ നോക്കിയാൽ അടുത്ത ആൾ വലിച്ചു താഴെ ഇടും. അപ്പോൾ എല്ലാ ഞണ്ടുകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, ആരും പുറത്തേക്ക് പോവില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം ബോദർ ചെയ്ത് തുടങ്ങിയാൽ അവർക്ക് നമ്മളെ വലിച്ചിടാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലായിടത്തും ഉള്ളത്. നന്മയുള്ള വേറൊരാൾ നന്നാവുന്നത് കണ്ട് സന്തോഷിക്കുന്ന എത്ര ആൾക്കാരെ വളരെ ചുരുക്കമാണ് അല്ലേ? അപ്പോൾ ഇതന്നെ കാരണം. അപ്പോൾ അത് കോൺഫിഡൻസ് അല്ലേ ഇവിടുത്തെ പ്രശ്നം.
അസൂയയും കുശുമ്പുമാണ് പ്രശ്നം. ഹാഫ് ദ ടൈം നമ്മൾ കമ്പാരിസണിലാണ്. ഓ അവരിത് ഇവിടേക്ക് എത്തി, ഞാൻ അവിടെ എത്തിയിട്ടില്ല, ഇവർക്ക് ഇന്ന കാറായി, എനിക്ക് ആ കാറില്ല. ഈ കമ്പാരിസൺ ആണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് മറ്റേ ആളോട് നീ ഇത്ര ഷൈൻ ചെയ്യണ്ട, എന്താ അത്, ബിക്കോസ് ഞാൻ അപ്പം ഞാൻ കുറച്ച് താന്നു പോകും, അപ്പം നീ അത്ര ഷൈൻ ചെയ്യണ്ട. ഇതാണ് മെൻറ്റാലിറ്റി. അപ്പം നമ്മളെന്തിനാ അത് ബോദർ ചെയ്യുന്നത്? മറ്റേ ആൾ നമ്മളോട് ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈറ്റ് ഡിം ചെയ്യണോ? വേണ്ട, അവർ പറഞ്ഞോട്ടെ. നമുക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുക, നമുക്ക് ചെയ്യാനുള്ളത് പറയാനുള്ളത് പറയുക, ചെയ്യാനുള്ളത് ചെയ്യുക. ഈ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തിന് കോൺഫിഡൻസ് ഉണ്ടാവും? ഇവർ ചെയ്യുന്നതും പറയുന്നതും എപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ്. വേറെ ഒരാളെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റൂല, വേറൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. സന്തോഷിക്കണമെന്നുള്ളത് അയാളുടെ തീരുമാനമാണ്. നമുക്ക് വേറൊരാളെ ദ്രോഹിക്കാൻ പറ്റും, അതെളുപ്പമാണല്ലോ. അപ്പൊ അത് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. സന്തോഷിപ്പിക്കാൻ പോണ്ടെന്ന എൻ്റെ അഭിപ്രായം. ഇതേപോലെ തന്നെ കരിയറിലായാലും ലൈഫിലായാലും ട്രോളുകൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. ആ സമയത്ത് ലെന ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കാരണം ഞാൻ പല ആക്ടേഴ്സിനും വ്യത്യസ്തമായിട്ട് ഹൗ യു ഡെൽറ്റ് വിത്ത് ദ സിറ്റുവേഷൻ, അത് ഞാൻ അതായത് പുറമെ തോന്നുന്നത്, അതെങ്ങനെയാണ് അത് കടന്നുപോയത്? ഞാൻ ട്രോളുകൾ കണ്ട് ഒരുപാട് ചിരിച്ചു. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. ബിക്കോസ് ഞാൻ പറയുന്ന കാര്യം എൻ്റെ അനുഭവ സത്യമാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ പറയുന്നത് ആണ് ശരി, അവർ അങ്ങനെയാണോ, ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ എന്ന് പറയുന്ന ഒരാളെ അല്ല ഞാൻ. ഐ എം കോൺഫിഡൻറ്റ് ഇൻ മൈസെൽഫ് ബിക്കോസ് അതേ പറ്റൂ. ഇപ്പോൾ വേറൊരാൾ എന്തിനാ എന്നിൽ കോൺഫിഡൻ്റ് ആവുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അവരവരുടെ കാര്യത്തിൽ ഓരോരുത്തർ കോൺഫിഡൻ്റ് ആയാൽ പോരെ. ശരിയാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് ഞാൻ ഇതൊക്കെ സംസാരിച്ചത് ഞാനൊരു പുസ്തകം എഴുതിയപ്പോഴാണ്. എനിക്ക് ആ ടോപ്പിക്കിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഒരു പുസ്തകം എഴുതുമോ? ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. അതെന്നിട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. പുസ്തകം എഴുതിയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ജീവിത സത്യം ഞാനൊരു പുസ്തകത്തിൽ എഴുതി അതാർക്കെങ്കിലും ഗുണം ചെയ്താൽ ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഞാൻ പറയുമ്പോൾ 1% ആൾക്കാർക്കെങ്കിലും മനസ്സിലായാൽ ഗംഭീരം എന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് സംസാരിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും റെസ്പോൺസ്, ഞാൻ അതിനെ പോസിറ്റീവ് നെഗറ്റീവായിട്ടല്ല കാണുന്നത്, ഇത്രയും ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു അതിന്, അത് തന്നെ വലിയൊരു കാര്യം ഇന്നത്തെ ലോകത്ത്. ഒന്ന് ആലോചിക്കൂ, ഇത്രയും ബഹളമുള്ള ഈ ലോകത്ത് ഒരു 3 സെക്കൻഡിൻ്റെ ആൾക്കാർ റീല് പോലും കാണാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വൈറാലിറ്റി ഉണ്ടായി. അതിൽ തന്നെ ദർ ഇസ് സംതിങ് ഇൻ ദിസ് ബുക്ക് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ചിന്തിക്കണം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യും, നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പോൾ ഈ ഫാക്ട് ചെക്കിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് ചെല്ലും നമ്മൾ. അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണോ? ഓവർ തിങ്കിങ് ഒരു സ്ട്രെങ്ത് അല്ല, ഒരിക്കലും അല്ല. ബിക്കോസ് ഓവർ തിങ്കിങ് ആ വാക്കിൽ തന്നെ ഉണ്ട്, ഓവർ. അത് ഇറ്റ് ഇസ് ടു മച്ച്. അമിതമായാൽ അമൃതം വിഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ആവശ്യമില്ല, തിങ്കിങ് വേണം. പലപ്പോഴും ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കൂടുതലും. പക്ഷേ ഇതിൽ ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഓവർ തിങ്കിങ്ങിൻ്റെ കാരണം നമ്മൾ ആരും ചിന്തിക്കാത്തൊരു പ്രോബ്ലമാണ്. നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. നമ്മുടെ ഗട്ട് മൈക്രോബയോം അൺഹെൽത്തി ആണെങ്കിൽ ഇറ്റ് കോസസ് ന്യൂറോ ട്രാൻസ്മിഷൻ പ്രോബ്ലംസ്. ഭയങ്കരമായിട്ട് എല്ലാം ഓവർ തിങ്കിങ്. അതായത് ഓവർ തിങ്കിങ് കാരണം ഒന്നും ചെയ്യാൻ വയ്യാത്ത കുറേ ആൾക്കാരുണ്ട് ലൈഫിൽ. അവർ ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ക്ലെൻസ് ആണ്, ഡീപ്പ് ഗട്ട് ക്ലെൻസ്. ബിക്കോസ് ഇപ്പോൾ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ബോഡീനെയും നമ്മുടെ ഓൺ കെമിക്കൽസ് എഫക്റ്റ് ചെയ്യണേക്കാളും ഒരു 3 മടങ്ങ് കൂടുതലാണ്, മിനിമം 3 മുകളിലേക്ക് മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മൈക്രോബയോം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു സിംഗിൾ ഓർഗാനിസം അല്ല, നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേറെ ജീവികൾ ലൈക്ക് മൈക്രോബയോം ജീവിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹ്യൂജ്. അവർ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ മൈക്രോബയോം എന്താണ്, അത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ തോട്ട്സ് ഹൈജാക്ട് ആവുകയാണ്. നമ്മുടെ ബ്രെയിൻ, നമുക്ക് ഓവർ തിങ്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? സംതിങ് എൽസ് ഇസ് ടേക്കിംഗ് ഓവർ. വേറെ എന്തോ നിങ്ങളുടെ ബ്രെയിനിനെ ബാധിക്കുന്നില്ല. നമ്മളൊരു കോഷൻ എടുക്കണമായിരിക്കില്ലേ ഓവർ തിങ്കിങ്? അല്ല, അങ്ങനെ ആ ലെവലിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിനെ ഓവർ തിങ്കിങ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദറ്റ് ഇസ് കോഷൻ. കോഷൻ ഇസ് കോഷൻ, തിങ്കിങ് ഇസ് തിങ്കിങ്.
ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത ലെവലിൽ നിങ്ങളുടെ ബ്രെയിൻ അങ്ങോട്ട് പോവുകയാണ് വേറൊരു ലെവലിലേക്ക്, ചിന്തിച്ച് കാട് കടക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളുടെ കൺട്രോളിലല്ല അത്. അപ്പോഴേ അതൊരു പ്രോബ്ലം ആവുന്നുള്ളൂ. അപ്പോഴാണ് അതിനെ ഓവർ തിങ്കിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആയുർവേദത്തിലൊക്കെ പോയാൽ ആദ്യം ചെയ്യുക എന്താ, ഛർദ്ദിക്കുക, എല്ലാം കൊണ്ട് നമ്മളെ ക്ലീൻ ചെയ്യിപ്പിക്കും, നമ്മുടെ ഫുൾ ബോഡി ക്ലീൻ ചെയ്യും. അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം എല്ലാ 3 മാസമോ 6 മാസം കൂടുമ്പോൾ അത് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു സ്മോൾ ഫുൾ ബോഡി ക്ലെൻസ് വേണം. അല്ലെങ്കിൽ ഫാസ്റ്റിംഗ്, ലോങ് ഫാസ്റ്റിംഗ് ചെയ്താലും സെയിം ഇഫക്റ്റാണ്. എല്ലാവർക്കും ഫാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചോറില്ലാതെ പറ്റില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ, ഒരു നേരം ചായക്ക് ബാക്ടീരിയ ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ ചായ കുടിക്കാൻ ഒരു ചായ മിസ് ചെയ്താൽ ഓൾ അഡിക്ഷൻസ് ആർ ഫ്രം ദീസ് തിങ്സ്. നമ്മളിപ്പോൾ തിങ്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചല്ലോ. പലപ്പോഴും നമ്മളൊരു വാലിഡേഷൻ പോയിന്റ് ഉണ്ട് നമുക്ക്. ഐ ഷുഡ് ബി വാലിഡേറ്റഡ്, യു ഷുഡ് ബി വാലിഡേറ്റഡ്. നമ്മളെ വാലിഡേഷൻ പോയിന്റ് പലപ്പോഴും നമ്മുടെ നാട്ടിനേക്കാളും പുറത്തുനിന്ന് ആരെങ്കിലും വാലിഡേറ്റ് ചെയ്താൽ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവും. എന്തുകൊണ്ടായിരിക്കാം? അതല്ല അങ്ങനൊരു ഇതില്ലേ? മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാത്തതുകൊണ്ട്. എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, അക്കരെ പച്ച. ഓൾറെഡി നമ്മുടെ എല്ലാ പഴഞ്ചൊല്ലുകളിലുണ്ട്. ഇത് ഹ്യൂമൻ നേച്ചറാണ്. നമ്മുടെ നാട്ടില് നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതായത് ഇപ്പം നമ്മുടെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു, ഓ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു. പുറത്തുനിന്ന് ഒരു പരിചയമില്ലാത്ത ആരോ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ടാണോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ വാലിഡേഷൻ അത്ര ഹാപ്പി ആവുന്നത്? അതെ, ബിക്കോസ് എന്നെ ഒരു പരിചയമില്ലാത്ത ആള്, മറ്റവര് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവരായിരിക്കും. എൻ്റെ വീട്ടുകാർ അവരെന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. പക്ഷെ പുറത്തുനിന്ന് ആരോ പറഞ്ഞു, ഓ ഭയങ്കര സംഭവിപ്പോയി. ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. ഇത് നമ്മളങ്ങനെ വയർഡാണ്. ഇതിൽ വേറൊന്നും പറയാനില്ല. മനുഷ്യന്മാരിങ്ങനെയാണ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നാട്ടുകാർ എന്ത് കരുതും. അതെ അതെ, നമ്മുടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കർ ഇതാണോ? നാട്ടുകാർ എന്ത് പറയും? മിക്കവർക്കും അതെ. മിക്ക മനുഷ്യന്മാർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ പലതും ചെയ്യുന്നത്. അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ്, ലാക്ക് ഓഫ് സെൽഫ് ലവ്, ലാക്ക് ഓഫ് സെൽഫ് റിയലൈസേഷൻ. ഇതാണ് ഈ ബുക്ക് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എഴുതാൻ തന്നെയുള്ള കാരണം. ഹൂ ആർ യു, വാട്ട് ആർ യു, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ ആശ്രയിച്ചല്ല നമ്മൾ ഹൂ കേഴ്സ് എന്നുള്ളതല്ല. ഓഫ് കോഴ്സ് മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ അറിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ബോധരക്ഷണമല്ല എന്നുള്ളതല്ല. നമ്മൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അറിഞ്ഞാൽ കൊള്ളാം, നിങ്ങളെങ്ങനെ ഇതിനൊക്കെ കാണുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് തെറ്റെന്നുള്ളതല്ല. എല്ലാം പേഴ്സ്പെക്റ്റീവാണ്. എല്ലാം ഫൈനലി അഭിപ്രായങ്ങൾ മാത്രമാണ്. എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട്, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായത്തിനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മുടെ അഭിപ്രായത്തിനേക്കാളും കൂടുതൽ വില കൊടുക്കുന്നത് എന്തിനാണെന്ന് ആലോചിക്കണം. ബിക്കോസ് നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. തിരിച്ചറിവ്, സ്വയം തിരിച്ചറിയുക, ദാറ്റ് ഇസ് സെൽഫ് റിയലൈസേഷൻ. അതില്ലാതെ ഒരാൾക്കും ലൈഫിൽ ജെന്യുവൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ക്രിറ്റിസിസം കേട്ടാൽ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല, ഞാനത് ഫൈറ്റ് ചെയ്ത് വെക്കും. എനിക്ക് പണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ വളരെ പ്രമുഖമായി ഇപ്പോഴത്തെ റാങ്കർ, അന്നെൻ്റെ സുഹൃത്തും കൂടെ കേട്ടോ. അവർ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡൊക്കെ ഇപ്പോൾ ഒരു തമാശയല്ലേ. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒരു ചെറിയ ലെവലായിരുന്നു. പക്ഷേ ഇതാണ് എന്നെ ട്രിഗർ ചെയ്തത്. എന്നിട്ട് ഞാൻ അതിൽ അവരെ ട്രോൾ ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം എന്നെ പോലെ പലർക്കും വിജയങ്ങൾ ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എത്ര ഇഷ്ടമുണ്ട്? എനിക്ക് എന്നെ ഇഷ്ടമാണ്. എത്ര ഇഷ്ടമാണ്? ഒരുപാട് ഇഷ്ടമാണ്. ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആളാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആദ്യം തന്നെ നമ്മളായിരിക്കും. ബിക്കോസ് നമ്മൾ വേണം നമ്മുടെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാൻ. ബാക്കി ആരാണെങ്കിലും വരുമ്പോൾ അതൊരു കാരണം. പിന്നെ നമ്മൾ ലൈഫിൽ എങ്ങനെയാണ് വീട്ടുകാരിൽ നിന്നും കിട്ടിയ അപ്രിസിയേഷൻ, കൊള്ളാം എന്നാണോ, അതോ എങ്ങനെയാണോ വീട്ടിൽ വളരുമ്പോൾ കുട്ടിക്കാലത്ത് എങ്ങനെയാ പ്രൈസ് കിട്ടിയത്? എനിക്കോ ന്യൂട്രലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടില്ല? ഇല്ല. ഓ എൻ്റെ മോൻ ഭയങ്കര എൻ്റെ ചക്കര കുട്ടിയാണ്, എൻ്റെ മോൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നൊരു അമ്മയുടെ മക്കൾക്ക്
ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ഓൾറെഡി ഉണ്ട്. ബിക്കോസ് അവരുടെ അമ്മ ഓൾറെഡി അവർ അല്ലെങ്കിൽ അച്ഛൻ ഓൾറെഡി അവരെന്തോ കൊമ്പത്തെ സംഭവമാണെന്ന് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞാൽ പോലും ആ കുഞ്ഞ് അങ്ങനെ പ്രശംസ കിട്ടി വളർന്ന കുട്ടിക്ക് ഓൾറെഡി ഒരു സർട്ടൻ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ചില പേരൻസ് പറയും വെറുതെ കൊച്ചിനെ വഷളാക്കണ്ട, ഇങ്ങനെ മട്ടിൽ പോയാൽ മതി കാര്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആവും, പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാട്. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ നമുക്ക് സക്സസ് ഓർ ഫെയിലിയറിനെ നമ്മുടെ ഫാമിലിയൊക്കെ വിലയിരുത്തിയിരുന്നത്, അതായിരിക്കും നമ്മുടെ ഒരു ബേസിക് ടെംപ്ലേറ്റ്. ഇപ്പോൾ ഏതൊരു ചെറിയ നേട്ടത്തിനും അയ്യോ എൻ്റെ മോൻ എന്തൊരു പടം വരച്ചു അതുകൊണ്ട് ഫ്രെയിം ചെയ്ത് വയ്ക്കുക, മറ്റേ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾ അവർക്കൊരു വിചാരമുണ്ട് അവരെന്തോ വലിയ സംഭവമാണ്. പക്ഷേ ഇത് ഓവറായാലും ഇവർക്ക് പുറം ലോകത്ത് പോകുമ്പോൾ ആരും അത് ചെയ്യാണ്ട് വരുമ്പോൾ അവർ പറയും അവർക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് വരും. അതേ സമയത്ത് എന്ത് നേടിയിട്ട് വന്നാലും കുഴപ്പമില്ല നന്നായി കീപ്പ് ഇറ്റ് എന്ന് പറയുന്ന ഒരു പേരൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് അത്ര വലിയൊരു സംഭവമല്ലാന്ന് തോന്നും. ഫസ്റ്റ് റാങ്ക് കിട്ടിയോ, വെരി ഗുഡ് കീപ്പ് ഇറ്റ് കഴിഞ്ഞു. വേറൊരു വീട്ടിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ലഡ്ഡു കൊടുക്കുക നാട് മുഴുവനും. അങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്തെ ആ എക്സ്പീരിയൻസസ് ആണ് നമ്മളെ റിയലി ഫോം ചെയ്യുന്നത് ആസ് എ പേഴ്സണാലിറ്റി. ഇപ്പോൾ ഇറങ്ങിയ പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ? ഇപ്പോൾ വിമനോപോസ് ഇറങ്ങാൻ പോകുന്ന പുസ്തകമാണ്. ഇപ്പോൾ പ്രീ ഓർഡർ ഓപ്പൺ ആണ്. ജൂണിൽ ബുക്ക് ആക്ച്വലി സ്റ്റോഴ്സിലെത്തും. വിമനോപോസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ ദൈവത്തിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കേ അല്ല. വിമനോപോസ് പ്യൂർലി വിമൻസ് ഹെൽത്ത്, മിഡ് ലൈഫ് വിമൻസ് ഹെൽത്ത്, ഈ ടോപ്പിക്കിനെ പെരിമെനോപോസ്. ആൻഡ് പെരിമെനോപോസ് എന്ന് പറയുന്നത് ഇതൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് പോലെ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല. ബിക്കോസ് ഞാനിതൊരു ലേ പേഴ്സൺ, ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇമോഷണൽ എല്ലാം ബയോളജി, ബോഡി, ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഇത് ആർക്കൊക്കെ സംഭവിക്കും, ഇതെന്താണ്, ഇതെങ്ങനെ റിലേഷൻഷിപ്സിനെ ബാധിക്കും, ഇത് എങ്ങനെ സൊസൈറ്റിയെ ബാധിക്കും, ഇതെങ്ങനെ കരിയറെ ബാധിക്കും, ഇതെങ്ങനെ ഫിസിക്കലി ബോഡിയിൽ അനുഭവപ്പെടും, ഇതെങ്ങനെ മെൻ്റലി സൈക്കോളജിക്കലി നമ്മളെ എഫക്റ്റ് ചെയ്യും, ഇത് എങ്ങനെ നമ്മുടെ എനർജി ലെവൽസിനെ ബാധിക്കും, ഇതെങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ആവുന്ന ഒരു ടൈമാണ് എന്നുള്ളതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബുക്കാണ്. നമ്മൾ പലപ്പോഴേ ചില കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുമ്പോൾ സൈലൻസിനെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അത് നമ്മളെ പേടിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും. ഈ സൈലൻ്റ് ആയിരിക്കുന്നത് ഗുണം ചെയ്യുമോ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ? ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. അത് പോസിറ്റീവ് സൈലൻസ് ആണ്, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈലൻസ് ആണ്. നമ്മൾ വേറൊരാളോട് പിണങ്ങിയിരിക്കുമ്പോൾ, നമ്മൾ അയാളോട് സംസാരിക്കാതിരിക്കുമ്പോൾ അത് റിയൽ സൈലൻസ് അല്ല, അത് ഒരു വെപ്പണാണ്. നമ്മളൊരു വെപ്പണായിട്ട് നമ്മുടെ മൗനത്തിനെ യൂസ് ചെയ്യുന്നു. ചിലപ്പോഴും ചിലവർ ജസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് സൈലൻസിലായിരിക്കും. അവർ മനഃപൂർവ്വം നമുക്കെതിരെ യൂസ് ചെയ്യുന്നതായിരിക്കില്ല, അവർ സ്വയം ചിന്തിക്കുന്നതായിരിക്കും. പക്ഷെ മറ്റേ ആൾക്ക് റിലേഷൻഷിപ്പിൽ തോന്നാം എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനെ പല കേസും തോന്നാം. ബിക്കോസ് അതും ഒരു പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലവർ സംസാരിച്ചാണ് അവരുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് സംസാരിച്ച് തീർക്കാം എന്ന് പറയുന്നത് പല സ്ത്രീകൾക്ക് ജനറലി ഉള്ളതാണ്. പക്ഷേ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ദർ ആർ 2 ways. ഒന്ന്, ഒരു കാര്യം സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അതിന് സൊല്യൂഷനിലെത്താം. വേറൊരു രീതി, ആദ്യം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു, എനിക്ക് മനസ്സിലായത് ഇതാണ് എന്ന് പറയുന്നതായിരിക്കും അവർക്ക് കംഫർട്ടബിൾ. വേറൊരാൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു കറക്റ്റ് അതാണ് കാര്യത്തിലേക്ക് ആയിരിക്കും അവരെത്തുന്നത്. ഈ 2 ഡിഫറെൻറ്റ് സ്റ്റൈൽസിലുള്ള ആൾക്കാരാണ് ഒരു റിലേഷൻഷിപ്പിലുണ്ടെങ്കിലുള്ള കാര്യം ആലോചിച്ച്. പലപ്പോഴും അങ്ങനെയാണ് റിലേഷൻഷിപ്സിൽ. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ തല്ല് കൂടുമ്പോഴല്ല അത് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പല തല്ലുകളുടെ ഇടയിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടും ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ അന്വേഷിക്കേണ്ടത് ആക്ച്വലി നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ബെറ്റർ. ഒരു പ്രശ്നമുണ്ട്, അത് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ മൊത്തത്തിലൊന്ന്
ചിന്തിച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നതാണോ നല്ലത്? അതായിരിക്കും പലപ്പോഴും ഞാൻ പറഞ്ഞ ആണുങ്ങൾ. അല്ല, ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു പേഴ്സണൽ ടൈപ്പ്. ഫോർ യു ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈലന്റ്, തിങ്ക്, എല്ലാം ഒന്ന് അസസ് ചെയ്തിട്ട് പിന്നെ അതിനെപ്പറ്റി പിന്നീട് ഒരു സന്ദർഭത്തിൽ അതിനെപ്പറ്റി നമുക്ക് ഇരുന്ന് എന്താ പറയാ പീസ് ടോക്സ് നടത്താം. പക്ഷെ ചിലവർക്ക്, ഇപ്പൊ എനിക്കൊക്കെ ഒരു കാര്യം സംസാരിച്ച് തീർക്കുന്നതാണ് ഈസിയർ. എനിക്കത് സംസാരിച്ച് വരുമ്പോൾ എൻ്റെ സംസാരം കേട്ടാൽ അറിയാം ഞാൻ റാഷണലി ഒരു കാര്യത്തിന് സംസാരിച്ച് വിലയിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി, എനിക്കതാണ് ഈസിയർ. അപ്പോൾ എനിക്ക് ഒരാളോട് സംസാരിച്ച് വരുമ്പോൾ എനിക്ക് ക്ലാരിറ്റി വരും. ഇതാണ് സംഭവം. സംസാരത്തിലൂടെ എനിക്ക് ക്ലാരിറ്റി വരും. വേറൊരാൾക്ക് സൈലൻസിലായിരിക്കും ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അത് എല്ലാ സിറ്റുവേഷനിലാവണമെന്നില്ല. ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ഐ നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ് എന്ന് എനിക്ക് തോന്നും. ചില കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് അതൊന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. പക്ഷെ ബാക്കി കോമൺ ആയിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ ആണെങ്കിൽ എനിക്കത് പറഞ്ഞു തീർക്കണം, സംസാരിച്ച് തീർക്കണം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. പുള്ളിക്കത് ഇരുന്ന് ചിന്തിച്ച് ആദ്യം അതിൻ്റെ ഒരു പുള്ളിയുടെ ക്ലാരിറ്റി വന്നിട്ട് വേണം അത് സംസാരിക്കാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്ക് അത് രണ്ട് ഓപ്പോസിറ്റ് ടൈപ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്കിത് അറിയാവുന്നതുകൊണ്ട് അതിലൊരു പ്രശ്നമില്ല. നമ്മൾ പലപ്പോഴും എല്ലാവരും എംബിഷ്യസ് ആണ്. ഞാനും എംബിഷ്യസ് ആണ്, ലെന എംബിഷ്യസ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എംബിഷ്യസ് ആണ്. എന്തെങ്കിലും ജീവിതത്തിലാവണം എന്ന് എംബിഷൻ ഉള്ളവരാണ്. പക്ഷെ നമ്മളിൽ പലരിലും കാണുന്നത് നമ്മൾ ഈ എംബിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോബ് സെക്യൂരിറ്റി, നമ്മൾ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുക, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എംബിഷനാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. ശരിക്കും എംബിഷൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറമല്ലേ? ആംബിഷൻ എനിക്ക് തോന്നുന്നു എല്ലാ വാക്കും ഒറ്റ വാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ ഈ കൺഫ്യൂഷൻ ഉള്ളതെന്ന്. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് ഡിസയർ, ഒന്ന് ആംബിഷൻ. ഡിസയർ ഇല്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി. നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് ഞാൻ ഈ പോഡ്കാസ്റ്റിന് വരാൻ പോലും എനിക്ക് ഇന്ന് തോന്നണില്ല. എനിക്ക് ആക്ച്വലി കിടന്നുറങ്ങിയാൽ മാത്രം മതി, ബിക്കോസ് ഇന്നലെ രാത്രി എൻ്റെ ഉറക്കം ശരിയായില്ല. അപ്പോൾ പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യണം. ദർ ഇസ് എ ഡിസയർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്, ദർ ഇസ് എ റീസൺ. നമ്മൾ പറയില്ലേ ഒരു കാരണം വേണ്ടേ, ജീവിക്കാനൊരു കാരണം എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ജീവിക്കാനുള്ളൊരു കാരണം, അത് ഡിസയറാണ്. ആംബിഷൻ വളരെ ക്ലിയറാണ്. ആംബിഷൻ ഒരു ഗോളാണ്. എനിക്ക് ഇന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റിലെത്തണം, അല്ലെങ്കിൽ ഇന്ന കരിയർ പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ ഇന്ന മാരിറ്റൽ സ്റ്റാറ്റസിലെത്തണം, അല്ലെങ്കിൽ ഇന്ന ഓണർഷിപ്പ്, ഇന്ന കാറിൻ്റെ ഓണർ, ഇന്ന വീടിൻ്റെ ഓണർ ആവണം. ഇതൊക്കെ ആംബിഷനാണ്, അത് ഗോൾസാണ്. മറ്റത് ഡിസയറാണ്. നാച്ചുറലി ഒരു ഡിസയർ ടു ലിവ്, ഒരു പേർപ്പസ്. അപ്പോൾ ഡിസയർ ഇല്ലാതെ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല, നമ്മൾ രാവിലെ എണീക്കുകയില്ല. പക്ഷേ ആംബിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു സാധനമാണ്. അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്റ്റാഗ്നേറ്റ് ആയി പോവും, നമ്മൾ അങ്ങ് മുരടിച്ചു പോവും. ശരി. അപ്പോൾ ഗിവൻ നാച്ചുറൽ ലൈഫ് സർക്കംസ്റ്റാൻസസ് ആംബിഷൻ എപ്പോഴും കയറിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ അത് നമ്മളെ കയറി നമ്മുടെ സ്വസ്ഥതയെ ബാധിക്കരുത്. രസകരമായിട്ടൊരു എൻജോയബിൾ പ്രോസസ്സായിട്ട് പോകണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ നന്മയ്ക്കാവണം. നമ്മുടെ ഒരുമാതിരി തളർത്തുന്ന ലെവലിലോട്ട് നമ്മൾ ഒരു കാര്യത്തിനും പോകേണ്ട കാര്യമില്ല. ആംബിഷൻ ആയാലും സെൽഫ് ഡൗട്ട് ആയാലും തിങ്കിങ് ആയാലും ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കുക. സെൽഫ് ഡൗട്ട് നമ്മളെ തകർക്കുന്ന സെൽഫ് ഡൗട്ടിലേക്ക് പോകാതിരിക്കുക. ആംബിഷൻ നമ്മളെ അയ്യോ ഇതെന്തൊരു ബുദ്ധിമുട്ടുള്ള ജീവിതം എന്ന് പറയുന്ന ലെവലിലോട്ട് നമ്മൾ ആംബിഷ്യസ് ആവണ്ട.